നമസ്കാരം സാർ. ആ 0057 വാനിന്റെ ഡ്രൈവർ ആരാണ്? 0057 വാൻ ഡ്രൈവർ രാജശേഖർ. സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്നില്ലേ, അയാളാണ്. സർ സോറി സർ, ഇനി കുട്ടികളുടെ ചെയിൻ മോഷ്ടിക്കില്ല സർ. എന്താണ് ഒരു ബന്ധുത ചെയിനെ പറ്റി സംസാരിക്കുന്നത്? അതെ സർ, ഞാനൊരു കുട്ടിയുടെ ചെയിൻ മോഷ്ടിച്ചു. അതുകൂടെ നിങ്ങളെ കണ്ടപ്പോ പേടിച്ച് ഓടി വന്നത് സർ. ക്ഷമിച്ചേക്ക് സർ, എന്നെ ഒന്നും ചെയ്യരുത്. എന്തു പറ്റി സർ? മാഡം, ഇവൻ ഈ സ്കൂളിലെ കുട്ടികളെ ചെയിൻ അടിച്ചു മാറ്റി കള്ളത്തരം കാണിക്കുന്നതിനാണ്. എനിക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് ഒന്ന് കാണാൻ പറ്റുമോ? ഷുവർ സർ. ഏത് ഡേറ്റിലെ ഫോട്ടോസ് വേണം സർ? 13 ജൂലൈ. ഓക്കെ സർ. ഫോർവേഡ്. കുറച്ചുകൂടെ ഒന്ന് ഫോർവേഡ് ചെയ്തേ. ഓക്കെ സർ. ഫോർവേഡ്. ക്യാം 4 ഒന്ന് സൂം ചെയ്തേ. സ്കൂൾ വാൻ രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ നമ്പറിൽ പുറത്ത് ഒരു വണ്ടിയുടെ കറങ്ങുന്നുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ് വണ്ടിയിൽ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിട്ട് വണ്ടി അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കേശവ, നിങ്ങൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ 6 കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. 2 കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. അറിയോ? നിങ്ങൾ എല്ലാവരും എന്താ ചെയ്തോണ്ടിരിക്കണേ? സോറി സാർ, കുട്ടികളുടെ മരണം എന്നെയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ചിൽഡ്രൻസ് പാർക്കിനടുത്തും എലമെന്ററി സ്കൂളിനടുത്തും പോലീസ് ഒബ്സർവേഷനിലുണ്ട്. സാർ, ഇത് ഒരാൾ മാത്രം നടത്തുന്ന ഒരു ക്രൈം അല്ല. ഇതിന് പിന്നിൽ വലിയൊരു ഗാങ് തന്നെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പോലീസ് നീതി പാലിക്കുക. 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 കേശവ, എന്ത് ചെയ്തോണ്ടിരിക്കുക അവിടെ? ഡ്യൂട്ടി നോക്കുകയാണോ അതോ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ പറയുന്നത് കേക്ക് സാർ. ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് കേൾക്കാനാ പറയണത്? അതല്ല സാർ, ഞാൻ പറഞ്ഞു വന്നത്. പുറത്തുള്ള ആൾക്കാരെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറ്റം പറയണത്. ഹോം മിനിസ്റ്റർ എന്നെ പൊരിച്ചെടുക്കാണ്. എന്താ സാർ ഇത്? ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ. ഇനി 2 ദിവസത്തിനുള്ള കിഡ്നാപ്പേഴ്സിനെ കണ്ടുപിടിച്ചില്ല നിന്നെ സസ്പെൻഡ് ചെയ്യും. യൂസ്ലെസ് ഫെല്ലോ. സർ, എൻ്റെ ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാണ് സാറേ. എന്നെ വിട്ടേക്ക് സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സുരേഷ് എവിടെ? ബായ്. നമസ്കാരം ബായ്. നമസ്കാരം ചേട്ടാ. മുംബൈയിൽ നിന്ന് ബായി വിളിച്ചിരുന്നു. ലോഞ്ച് തൂത്തുക്കുടിയിൽ നിന്ന് ചെന്നൈയിലേക്ക് 2 ദിവസം കൊണ്ട് വരും. ഇവിടെ ഉള്ള കുട്ടികളെ തൂത്തുക്കുടിയിലേക്ക് അയക്കണം. इस केस के पुलिस को दोनों सीरियस के लिया. നമ്മളൊന്ന് സൂക്ഷിക്കണം ബായ്. പോലീസൊക്കെ എന്തോ അലത്തുന്നാടാ പറയുന്നേ. ബായ്, നമുക്ക് നോക്കാം ബായ്.
ഗുഡ് മോർണിംഗ് സർ. റഫീഖ്, സർ, കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നത് ഇവനാണ്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും പ്രസ്സിലേക്കും ഇവന്റെ ഫോട്ടോ അയക്കണം. ഓക്കെ സർ. സാറേ, ആ CI സാറിന് കാണണം. സാറ് കുറച്ച് തിരക്കിലാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞോളൂ. എന്റെ മോള് കോളേജിൽ പോകുമ്പോ ഏതോ റൗഡി ശല്യം ചെയ്യാത്രേ. ഇനി ഒരു കുട്ടിക്ക് പോലും ഇങ്ങനെ സംഭവിക്കാൻ സാർ അല്ലെങ്കിൽ തന്നെ ടെൻഷനിലുള്ളത്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് എന്റെ വരുന്നതാണ്. മോള് കോളേജിൽ പോയിട്ട് ഒരാഴ്ചയായി. പുറത്തു പോകാൻ അവൾക്ക് പേടിയാ. നിങ്ങൾ എന്താ ഇത്ര കെയർലെസ് ആയിരിക്കുന്നത്? ഇത് നിങ്ങളുടെ ഇവിടുത്തെ പെൺകുട്ടിയാണെങ്കിൽ ഇത്രയും ഈസി ആയിട്ട് കാണുമോ സാർ? അതല്ല സാറേ, ഞാൻ എന്താ പറയുന്നത് സാറേ. എന്താ സാർ നിങ്ങളുടെ പ്രശ്നം? സർ, ഇന്നലെ ഞാനും അനിയത്തി കൂടി റോട്ടിൽ നടന്നു പോകുമ്പോ ഏതോരുത്തം വന്നിന്ന് കരയല്ലേ മോളെ? കുട്ടിക്കറിയാതെ. റഫീഖ് സർ. നീ വേ പ്രശ്നം എന്താന്ന് നോക്ക്. യെസ് സർ. വരൂ നമുക്ക് പോവാം. എത്രയും പെട്ടെന്ന് നിന്റെ പ്രിന്റ് എടുക്കണം. എവിടെയാ മോളെ? ആ ജംഗ്ഷനിലാണ് സർ. ഏത് സമയത്താ വരാറ്? വൈകിട്ട് 5 മണിക്ക് സർ. ഡെയിലി പ്രശ്നം ഉണ്ടാക്കോ? അതെ സർ. ശരി, ഞാൻ നോക്കിക്കോളാം. മോള് ധൈര്യമായിട്ട് ചെല്ല്. എന്താ സാർ ഇത്? മോൾ എങ്ങനെയാ ഒറ്റയ്ക്ക് അയക്കുക? വെങ്കട്ട്, നിങ്ങൾ ഈ റോഡിന്റെ കോർണറിൽ ചെല്ല്. ശരി, സുരേഷ്, സാറേ. 10 ഫീറ്റ് ഡിസ്റ്റൻസിൽ ശരി, നിൽക്കുക. സാർ. നിങ്ങൾ പേടിക്കണ്ട സാർ, ഞാൻ നോക്കിക്കോളാം. പേടിക്കണം മോളെ. ഓ, രണ്ടുപേരും അകത്തേക്ക്.